ന്യൂഷീറ്റിൽ ഒരു കൊല്ലം പൂർത്തിയായില്ല, 8-10 ദിവസം കൂടെ ബാക്കിയുള്ളപ്പോൾ മിസ്ട്രസ് എന്ന് പറഞ്ഞ് മദർ വിളിക്കുന്നു. മദറിനോട് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, ഐ സോ യു ഫ്ലൈങ് ടുഡേ ഓൾസോ, ഐ ഹാവ് ബുക്ക്ഡ് യുവർ ടിക്കറ്റ്, യു ഗോ ഹോം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മദർ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഹോം. ഇനി എങ്ങോട്ടാ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഏതെങ്കിലും ആദിവാസികളുള്ള ഏതെങ്കിലും ബ്രാഞ്ചിൽ എന്നെ ഒരു മാലിയായിട്ട് വിട്ടാർ, തോട്ടം തൊഴിലാളി. മേ ബി ഐ വിൽ ഫൈൻഡ് മൈ വേ. എൻ്റെ മനസ്സിലുള്ള ഇമേജ് ഈ പാവപ്പെട്ടവരുടെ കൂടെ ഇഴുകിച്ചേർന്ന് ഇങ്ങനെ എന്തോ ഒരു ലൈഫാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അന്നേരം അതിന് എന്നെ മെഡിസിന് വിടാനിരുന്നതാണ്. എല്ലാം കൊണ്ട് കൗണ്ടഡ് കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷേ അപ്പം അവർ പറഞ്ഞു, നോ ഗോഡ് ഹാസ് ഗിവൺ യു സോ മെനി ടാലൻസ്, യു കാൺ ഗോ ലൈക്ക് ദാറ്റ്. എന്നിട്ട് എന്നെ അവർ രണ്ടുപേരും കൂടെ ആലോചിച്ചു. എൻ്റെ മിസ്ട്രസ് അന്നേരവും പറഞ്ഞു, മദർ ഗിവ് ഹെർ അനദർ ചാൻസ്, ഐ തിങ്ക് ഇറ്റ് ഈസ് നോട്ട് വെരി സീരിയസ്. എന്നിട്ട് നോ എന്നും പറഞ്ഞുകൊണ്ട് അവർ പോകുന്ന കാര്യം പറഞ്ഞു. പിന്നെ ഒരു ആദിവാസി മേഖലയിൽ സയൻസ് പഠിപ്പിക്കാൻ എന്നെ വിട്ടു, ഹൈസ്കൂളിൽ. അങ്ങനെയാണ് എനിക്ക് കൃത്യം 365 ദിവസം ന്യൂഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. കാരണം അങ്ങനെ പോകേണ്ടതുകൊണ്ട് എനിക്ക് അത് ഒത്തിരി ദൂരെയുള്ളൊരു വില്ലേജാണ്, 10-40 കിലോമീറ്റർ ട്രക്കിലൊക്കെ പോകണം. അപ്പം ഈ സീനിയേഴ്സ് പ്രൊഫഷനുണ്ട്, കുറേ സിസ്റ്റേഴ്സ് റിട്രീറ്റ് കഴിക്കുന്നുണ്ട്, അത് കഴിയാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ അവരുടെ കൂടെ പോയി ഈ സ്കൂളിലേക്ക്. അന്ന് തുടങ്ങി എൻ്റെ ജീവിതം. ഐ ഗോ എലോൺ. കരഞ്ഞാണ് പോയത്. പക്ഷെ പോകുമ്പോൾ എൻ്റെ മിസ്ട്രസ്, അതിന് മുമ്പിൽ മിസ്ട്രസ് എപ്പോഴും എന്നോട് പറയുമായിരുന്നു, എൻ്റെ നോട്ട് ബുക്ക് കണ്ടിട്ടുണ്ട് പുള്ളി, എന്നോട് പറയുമായിരുന്നു, ചൈൽഡ് യു ആർ വെരി സ്പെഷ്യൽ, യു ആർ എ ഹെഡ് ഓഫ് ടൈം, സോ യു വിൽ ബി സഫറിങ് എ ലോട്ട്, ബട്ട് വൺ ഡേ യു വിൽ ബി ഗൈഡിങ് മെനി പീപ്പിൾ. അന്നേരം എനിക്ക് ദേഷ്യം വരും, ഞാനിവിടെ വൊക്കേഷൻ ഇല്ലെന്ന് പറയാം, അപ്പം എന്നെ മിസ്ട്രസ് ആക്കാൻ നടക്കുവാന്നൊക്കെ. എന്നിട്ട് പോരുന്ന നേരത്തെ എൻ്റെ കൈക്കുമ്പിളിൽ ഒരു കോഴിക്കുഞ്ഞിരിക്കുന്ന ഒരു പടം തന്നു. എന്നിട്ട് പറഞ്ഞു, ഗോഡ് ചൈൽഡ്, ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് യു ലൈക്ക് ദിസ്. അതിന്നും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ലിറ്ററലി ഞാൻ ആ സമരം കടന്നപ്പോഴൊക്കെ ഐ വാസ് സിംഗിങ് ദൈവസ്നേഹം ഒന്നിച്ചിടാൻ. ആ 2 വരി എപ്പോഴും എൻ്റെ വാരും, ബിക്കോസ് ഐ എക്സ്പീരിയൻസ് ഗോഡ് ഈസ് ഗൈഡിങ് മീ. എന്നിട്ട് ഈ കോൺവെൻറ്റിൽ ചെന്ന് കുറച്ച് നാളൊക്കെ ഞാനിങ്ങനെ കരഞ്ഞ് ലീഡ് കൈൻഡ്ലി ലൈറ്റ് എന്നുള്ള ഈ പാട്ടും പാടി ഇങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ ഞാൻ ബൈബിളിൽ കൂടെ ഒരു യാത്ര ഫ്രം ബിഗിനിങ് ടു എൻഡ് വായിക്കും. അങ്ങനെ വായിച്ചപ്പോഴാണ് എനിക്കൊരു നല്ലൊരു ഡയറക്ഷൻ കിട്ടിയത്. ആദ്യം മുതലേ മനുഷ്യരും തമ്മിൽ മത്സരം, പട, എക്സ്പ്ലോയിറ്റേഷൻ ഇതുണ്ട്. അപ്പം ദൈവം ഇവരെ നന്നാക്കാനായിട്ട് എപ്പോഴും പ്രവാചകന്മാരെയൊക്കെ വിടും. നത്തിങ് ഹാപ്പൻസ്. ഇത് ഞാനുണ്ടാക്കിയ സ്റ്റോറിയാണ് കേട്ടോ. ഈ ക്രീത്ത് ഒരു മീറ്റിംഗ് കൂടിയിട്ട് ആലോചിക്കുകയാണ്, എത്രയും പേര് പോയിട്ടും ഒന്നും ചെയ്യില്ലല്ലോ. ഐ തിങ്ക് വി ഹാവ് ടു ഗോ അവർ സെൽസ്. അപ്പം ജീസസ് പറയാം, ബാബാ ഐ വിൽ ഗോ. അപ്പം അയാൾ പറയുന്നു, നീ എങ്ങനെ വലിയ ആളായിട്ട് ദൈവമായിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, യു ഹാവ് ടു ബിക്കം വൺ ഓഫ് ദം. യെസ് ബാബ. അപ്പം സ്പിരിറ്റ് പറയുന്നു, ബാബ ഐ വിൽ ഗോ വിത്ത് ഹിം. ഞാൻ അങ്ങനെയാണ് കാണുന്ന ഫസ്റ്റ് ക്രിസ്മസ്. ആ ഇഴുകിച്ചേർന്ന് ശൂന്യനായിട്ട് ജനിക്കാനൊരു സ്ഥലം പോലും ഇല്ലാതെ ജനിച്ചു. എനിക്ക് പ്രശ്നം വരുമ്പോഴൊക്കെ എനിക്ക്, വൈ ഡിഡ് യു ചൂസ് ദിസ് വേ? യു ആർ ഓൾമൈറ്റി, യു കുഡ് ഹാവ് ചോസൺ എനി അതർ വേ. പക്ഷേ ആ ക്രിസ്മസാണ് എൻ്റെ ജീവിതത്തിൻ്റെ എനിക്ക് ഏറ്റവും ശക്തി തരുന്ന. പിന്നെ എൻ്റെ ഈ അപ്രോച്ചിന് ഇതിനെല്ലാം അത് അവിടെ നിന്നാണ് തുടങ്ങിയത്. ഏറ്റവും താഴെ ഇറങ്ങുക. അപ്പോൾ ഒരു പ്രശ്നമില്ല. ഐ ഹാവ് നോ പ്രോബ്ലം ഇൻ അഡ്ജസ്റ്റിങ് ഓർ ചേഞ്ചിങ് ഓർ. ആദ്യം ഒരു ഫണ്ണി ഫീലിംഗ്, ദയവായി എന്ന് വിളിക്കുമ്പോൾ തന്നെ എനിക്കൊരു ഫണ്ണി ഫീലിംഗ് തോന്നും. ആ മേഴ്സിൻ്റെ പാട്ട് എൻ്റെ പേരെനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ എന്നാലും ഐ എൻജോയ്.
അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ ആ മനുഷ്യനായ യേശുവിൻ്റെ ജീവിതം വായിക്കുമ്പോഴും ആ മരപ്പണിക്കാരൻ്റെ കൂടെ അവിടെയൊക്കെ ഇരുന്ന് ഈ പണിയും പണിത്, പക്ഷേ ഹി വാസ് ലിസണിങ് ടു എവ്രിതിങ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഈ ആളുകൾ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുന്ന കാര്യങ്ങളും അവരുടെ വിഷമങ്ങളും അവസാനം മടുത്ത് ഉത്തരം അന്വേഷിച്ചാണ് ഹി വെന്റ് ടു ദ ജംഗൽ, ടു ദ ഡെസേർട്ട് ടു പ്രേ. പ്രാർത്ഥിച്ച് ബോധോദയം ഉണ്ടായിട്ട് ഇങ്ങോട്ട് വന്നാൽ ലൂക്ക് 4:16-21 പറയുന്ന ഐ ഹാവ് കം ടു ബ്രിങ് ഗുഡ് ന്യൂസ് ടു, ഹല്ലേലൂയ ഒന്നും അല്ല പറഞ്ഞത്, ടു റിലീസ് ആ കോൺസെൻട്രേഷൻ, ബോധോദയം. പിന്നെ അതിൻ്റെ എല്ലാ അവസാനം ആ ജൂബിലി വർഷം. അത് തന്നെ ഞാൻ LLB ഒക്കെ പഠിക്കുന്നതിന് ഒത്തിരി മുമ്പേ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുണ്ട്, മെഡിറ്റേറ്റ് ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ചും ആ പ്രിയാമ്പിൾ സീതേ അവിടെ എഴുതിയിരിക്കുന്നു ഹിന്ദിയിൽ. അത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ. അത് ഞാൻ എന്നും വായിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് എൻ്റെ വഴി ക്ലിയറായി. ഇനി എവിടെയെന്ന് എനിക്കറിയാം, ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ടു ഡു. അങ്ങനെയാണ് എനിക്ക് ഇത് ശരിക്കിത് ഇതാണ് വഴി എന്നുള്ളത്. പിന്നെ എന്നാലും സ്ഥലം അറിയാഞ്ഞിട്ട് ഒത്തിരി ആദ്യം എല്ലാ നാച്ചുറൽ കലാമിറ്റി, പിന്നെ അവിടെ ഡ്രൗട്ട്, ഇവിടെ ഫ്ലഡ്, ഇങ്ങനെ എല്ലായിടത്തും പോയി വർക്ക് ചെയ്യും. അത് ടെമ്പററി. പിന്നെ റെഫ്യൂജി ക്യാമ്പിൽ ബംഗ്ലാദേശിൽ, പിന്നെ ബംഗ്ലാദേശിൽ പോയി അവിടെ ഒക്കെ കഴിഞ്ഞ് വന്ന് സോഷ്യൽ വർക്ക് പഠിക്കാൻ വന്നു. അവിടെയും എനിക്ക് ബംഗ്ലാദേശിലായിരുന്നപ്പം എഡ്വേർഡ് കെനഡിയിൽ നിന്ന് എനിക്ക് ഓഫർ കിട്ടിയതാണ്. കാരണം കെനഡി റെഫ്യൂജി ക്യാമ്പ് വരുമ്പോൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടുക. എനിക്ക് ക്യാമ്പ് ക്ലോസിങ് ഈസ് ഗോയിങ് ടു ഡാക്ക. അപ്പോൾ ആരുടെ ബർത്ത്ഡേ എന്ന് ചോദിച്ചു, എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവർ ബെസ്റ്റ് വോളണ്ടിയർ എന്നൊക്കെ പറഞ്ഞു. ദാറ്റ് വാസ് ഹിസ് ബർത്ത്ഡേ ഓൾസോ. അപ്പോൾ എന്നോട് ചെവി ചോദിച്ചു, വാട്ട് ഡു യു വാണ്ട് ടു ഡു ആഫ്റ്റർ ദിസ്, ക്യാമ്പ് ഈസ് ക്ലോസിങ്. He said, I will go to Bangladesh, then I will come back, I will do a professional study on social work. എന്നിട്ട് ഇയാൾ എൻ്റെ അഡ്രസ്സും ഒക്കെ എഴുതിയെടുത്തു. ഞാൻ ബംഗ്ലാദേശിലായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു ഫോട്ടോയും ഓട്ടോഗ്രാഫും ഒക്കെ ആയിട്ട് കിട്ടിയത്. ഇഫ് യു വോണ്ട് ടു ഡു സോഷ്യൽ വർക്ക്, യു കം ടു അമേരിക്ക, US, ഐ വിൽ മേക്ക് എവറിത്തിങ് ഫ്രീ ഫോർ യു. എന്നിട്ട് ഡൽഹിയിൽ ഒരു അഡ്രസ്സും തന്നു. യു പ്രിപ്പയർ യുവർ പേപ്പേഴ്സ്, ദേ വിൽ ഹെൽപ്പ് യു. I said, I want to work with the lowest people here, so I think American course may not help me, so I want to do it here എന്നും പറഞ്ഞ് ഞാൻ പോയില്ല. എന്നിട്ട് ഞാൻ ബോംബെ വന്നിട്ട് പോലും I couldn't fit in there. 1-2 മാസമായപ്പോഴത്തേനും I told my professor, I can't do this course. ഈ അമേരിക്കൻ കോഴ്സ് സിലബസും Bombay City field work. I want to go to some very distant small people where there is nobody to help. This is not for me. അപ്പോൾ അവരെന്നെ നിർബന്ധിച്ച് യു കംപ്ലീറ്റ് യുവർ കോഴ്സ് എന്ന് പറഞ്ഞു നിർത്തി. പക്ഷേ ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ പിന്നെ വിട്ടു. ഇറ്റ്സ് നോട്ട് ഫോർ മീ എന്ന് പറഞ്ഞു വിട്ടു. ഒത്തിരി പക്ഷേ ഞങ്ങൾ കോളേജ് ഒത്തിരി നല്ലതാണ്. I was asking, you are teaching 75% of population is in the rural area, but this course has nothing to do with the rural area and for people who want to work in the rural area. എങ്ങനെയും 7 വർഷമായപ്പോഴത്തേനും റൂറൽ ഫീൽഡ് വർക്ക്, ട്രൈബൽ ഫീൽഡ് വർക്ക്, പിന്നെ ഒത്തിരി ഇലക്റ്റീവ് സബ്ജക്റ്റ്. എന്നിട്ട് ചില എസ്പെഷ്യലി ഡോക്ടർ ദേശായി എന്നെ ഇടയ്ക്ക് അന്വേഷിക്കുമായിരുന്നു എഴുത്തൊക്കെ എഴുതി എങ്ങനെയാണെന്നൊക്കെ. അപ്പം ഞാൻ ഹരിയാനയിൽ ഡൽഹി ഡയസിന് വേണ്ടിയിട്ട് ഫ്ലഡ് റിലീഫിൽ ജോലി ചെയ്യുമ്പോഴറിഞ്ഞു ഇവിടെ ഒത്തിരി ചേഞ്ചസൊക്കെ 7 കൊല്ലം കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ചെയ്യാൻ വരുന്നു. അപ്പോൾ അവരെനിക്ക് ഒത്തിരി ഫ്രീഡം, യു ഗോ എനിവെയർ ഫോർ യുവർ റിസർച്ച് ആൻഡ് ഫീൽഡ് വർക്ക്. അങ്ങനെയാണ് ഞാൻ മധ്യപ്രദേശിലേക്ക് വന്നത്. ട്രൈബൽസ് എന്നും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഗോണ്ട്, ഈ സെൻട്രൽ ഏരിയ മുഴുവനും ഗോൺസാണെന്നറിയാം. പിന്നെ നാഗ്പൂർ ബിഷപ്പ്, ഞാൻ കോൺവെൻറ്റ് വിട്ടപ്പം മുതൽ എൻ്റെ അങ്കിളിൻ്റെ ഡയസിസ്, അങ്കിൾ അച്ഛനാണ്, അങ്കിളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം
at least I felt he was encouraging my thought. Go ahead, what you are thinking is right എന്നൊക്കെ പറയുമായിരുന്നു. ദോ മെറ്റീരിയലി നോ ഹെൽപ്പ്. അപ്പോൾ ഒരു ബന്ധം ബിഷപ്പ് എപ്പോഴും ഈ ബുട്ടി ബോറി ധാനയിലെ കാര്യം പറഞ്ഞു കേട്ട് അവിടെ വർക്ക് ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചു. ദെൻ ഹീ സെഡ് ഓൾസോ അബൌട്ട് ബേസിക് കമ്മ്യൂണിറ്റീസ് ഫോർമേഷൻ. അങ്ങനെയാണ് ഞാൻ നാഗ്പൂരിൽ വന്നത്. ബട്ട് ഐ ഡിൻ വർക്ക് ലോങ് വിത്ത് ഡയസിസ്. ഞാൻ എൻ്റെ വില്ലേജ് കണ്ടുപിടിച്ച് 5 രൂപയ്ക്ക് കൂലിപ്പണി ചെയ്താണ് ഞാൻ തെൻസയിൽ തുടങ്ങിയത്. അങ്ങനെ ദെൻ LLB ആണെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ ഐ വാസ് വെരി ക്ലിയർ, ഐ എം നോട്ട് ഡൂയിങ് LLB ടു ഗോ ടു ദ കോർട്ട്. ഈ ലോകം എല്ലാം കണ്ടിച്ചായി മനസ്സിലായി, ഫോർ പുവർ പീപ്പിൾ കോർട്ട് ഈസ് നോട്ട് ആൻ ആൻസർ. സോ ഐ വിൽ വർക്ക് മെയിൻലി ടു ഹെൽപ്പ് പീപ്പിൾ നോട്ട് ടു ഗോ ടു ദ കോർട്ട്. അങ്ങനെയാണ് അത്രയും ക്ലിയർ ആയിട്ട് ഉദ്ദേശിച്ചാൽ ഞാനിവിടെ വന്നത്. ഇത് പതുക്കെ ഡെവലപ്പ് ചെയ്തതാണ്. ആൻഡ് ടുഡേ ഐ സീ എൻ്റെ മിസ്ട്രസ് എനിക്ക് തന്ന അനുഗ്രഹം ഗോഡ് വാസ് കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ വിടുക. ഗാന്ധിജി പറയുന്ന പോലെ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. പക്ഷേ ഞാൻ അധികവും എൻ്റെ സ്റ്റോറി പറയാൻ കാരണം ഞാൻ ഒത്തിരി എടുത്തു പോയപ്പം പലരും എന്നോട് ചോദിച്ചു, ഈ പാലക്കാരി മേഴ്സി മാത്യു എങ്ങനെയാണ് ദയാബായി ആയത്? അപ്പോൾ ഞാൻ അധികവും ഇങ്ങനെ പറഞ്ഞു വരുമ്പം പലരും പറയും, ദയാബായി എനിക്കും അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, ബട്ട് വീട്ടിൽ നിന്ന് ഒപ്പോസിഷൻ, കുറച്ച് കഴിയുമ്പോൾ ഒരു ഹേർഡിൽസ് വരുമ്പം പിന്നോട്ട് പോക്ക്, ഇതൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ള ലുക്ക് ഇൻ ടു യുവർ ഓൺ ഇന്നർ സെൽഫ് ആൻഡ് ലിസൺ ടു ദ ഇന്നർ വോയിസ് ആൻഡ് ബി വാട്ട് യു want to be from the core of your heart. I think everybody will have something within them. അത് ഫോളോ ചെയ്യുക അറ്റ് എനി കോസ്റ്റ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചെറിയവരിൽ ഒരുവിന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തത്. ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമായും വിശക്കുന്നവർക്ക് അപ്പമായും നീതി അന്യമായവർക്ക് നീതി നൽകാനും ജീവിതം മാറ്റിവെച്ച ദയാഭായ്. പേരിനോട് നീതി പുലർത്തി ലോകം മുഴുവൻ തൻ്റെ ജീവിത ദർശനങ്ങൾ പങ്കുവെക്കുന്ന ദയാഭായിയുടെ ജീവിതം ഇനിയും വർണ്ണശബളമാകട്ടെ.